ഒരു പ്രധാനപ്പെട്ട ഒരാൾ സലീംകുമാറിനെ അറിയാവുന്ന ഒരാൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, കുറേ നേരമായി വരുന്നു. മനുഷ്യൻ തന്നെയാണ്. എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് സലീം. സലീമിനെ ഞാൻ ആദ്യം കാണുന്നത് ഏറ്റവും രസമെന്ന് വെച്ചാൽ എൻ്റെ സിനിമയുടെ തന്നെ ലൊക്കേഷനിൽ മേക്കപ്പ് ഇട്ടതിന് ശേഷമാണ്. സത്യമേവ ജയതേ എന്നതിൻ്റെ ഒരു പടത്തിൽ ഒരു കള്ളൻ്റെ വേഷം, അതൊരു രസകരമായൊരു സീക്വൻസ് ആയിരുന്നു. ഞാൻ ലൊക്കേഷൻ വരുമ്പോൾ കാണുന്നത് സലീം മേക്കപ്പ് ഇട്ട് ഇരിക്കുന്നതാണ്. മേക്കപ്പ് ഇട്ട് തന്നെ വന്നത്. അപ്പം പുള്ളിയുടെ ഫേസ് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം ഞാൻ നന്ദുവിൻ്റെ പറഞ്ഞു, ഇയാളെ കണ്ടാലൊരു കള്ളൻ്റെ ലുക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സലീമും ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സീക്വൻസ് വളരെ രസകരമായിട്ട് ആ സീക്വൻസ് വർക്കൗട്ടായി വന്നു കഴിഞ്ഞ് യഥാർത്ഥത്തിൽ സലീമിൻ്റെ ഒരു സിനിമയിലെ ഒരു തിരക്ക് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കറക്റ്റാണോ? കറക്റ്റാണ്. അത് കറക്റ്റ്. കള്ളൻ്റെ ലുക്കുണ്ട്, എല്ലാം കറക്റ്റാണ്. ഇതായിരിക്കുള്ള എൻ്റെ ഒരു ആദ്യത്തെ ഹിറ്റ് എന്ന് പറയാനായിട്ട് സത്യമേവ ജയതേ. അതിനു മുമ്പ് ഒരു ഹിറ്റുകളെന്നോ എൻ്റെ കഥാപാത്രത്തിന് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. സത്യമേവ ജയതേന്ന് എന്നെ നോട്ട് ചെയ്തത്, ഈ ലാലേട്ടനൊക്കെ നോട്ട് ചെയ്തതും സത്യമേവ ജയതേ സിനിമയാണ്. റാഫി മക്കാട്ടിന് അവരൊക്കെ പറഞ്ഞ അയാൾ സത്യമേവ കണ്ടിട്ട് തന്നെയാണ് തെങ്കാശിപ്പട്ടണത്തിലെ നേരത്തെ കണ്ട വേഷത്തിന് കളിക്കുന്നത്. അല്ല, ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആൾക്കാർ പറഞ്ഞിരുന്നോ നിനക്കൊരു കല്ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? അതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞത് അതിന് സമാധാനമായി കൊടുത്ത് പറഞ്ഞാണ്. എന്നെ അങ്ങനെ ആരും ഒരു കള്ള ലക്ഷണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ആദ്യത്തെ ഇതൊക്കെ കേൾക്കും ചിലപ്പോൾ അങ്ങനെ, പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് ഒരാളും അങ്ങനെ